നമസ്കാരം. ഇന്ന് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ ഓർമ്മ ദിവസമാണ്. ഇന്ത്യ രാജ്യം ആർക്കെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ആദ്യം കടപ്പെട്ടിട്ടുള്ളത് മഹാത്മാഗാന്ധിജിയോടാണ്. ഇത്രയും നല്ലൊരു മഹാത്മാവ്, നമ്മളൊക്കെ ആത്മാവാണ്, അദ്ദേഹം മഹാത്മാവെന്ന് വിളിച്ചാൽ ഒരു തെറ്റുമില്ല. നമ്മുടെ ഇന്ത്യയിൽ നമുക്കായി ദൈവം തന്നല്ലോ, അതിന് ദൈവത്തിന് നമുക്ക് നന്ദി പറയണം. ആൽബർട്ട് ഐൻസ്റ്റൈൻ ഒരിക്കൽ പറഞ്ഞു, കുറേ കാലങ്ങൾക്ക് ശേഷം മനുഷ്യരാശി ഒരു ചോദ്യം ചോദിക്കും. മാംസവും മജ്ജയുമുള്ള ഇതുപോലൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചുവോ എന്ന് ചോദിച്ചേക്കാം അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെന്നായിരുന്നു. അദ്ദേഹം സത്യങ്ങളുടെ വഴികളിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ എല്ലാ പരീക്ഷണങ്ങളും ചെയ്തത്. സത്യം എന്താണ്? ഞാനേ വഴിയും ജീവനും സത്യം എന്ന് പറയുമ്പോഴും ബൈബിളിൽ പറയുമ്പോൾ ആ സത്യത്തിൽ ദൈവമുണ്ട്. സത്യമേവ ജയതേ എന്ന് പറയുമ്പോൾ അത് സത്യമാണ്. ദൈവമാണ് സത്യം, സത്യമാണ് ദൈവം. ആ സത്യത്തിൻ്റെ ആ പരീക്ഷണങ്ങൾ, സത്യത്തിൽ കൂടി പോകുന്ന ആ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളുടെ ഒരു ശേഖരം. നിങ്ങൾക്കത് പഠിച്ച് കാണണം തോന്നുന്നു. പഠിക്കാത്തവർ ദയവായി അത് പഠിക്കണം. ഓരോ ഭാരതീയൻ്റെയും വീട്ടിലെ വായനശാലയെ അതിമനോഹരമായി ഭംഗി കാണുന്ന ഒരു പുസ്തകമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഭംഗി കാണേണ്ട ഒരു പുസ്തകമാണ് ശ്രീ ഗാന്ധിജിയുടെ ഈ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. അദ്ദേഹം ഭഗവത്ഗീത കയ്യിലെടുത്തു. അദ്ദേഹം എല്ലാം, രാമായണമായിക്കോട്ടെ, ഭഗവത്ഗീത ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മളൊക്കെ PMC മലയാളത്തിലുള്ള ആത്മീയ വിദ്യാർത്ഥികളാണ്. നമുക്ക് അദ്ദേഹത്തിനെ പറ്റി തീർച്ചയായിട്ടും അറിയണം. അദ്ദേഹം ആത്മീയമായ കാര്യങ്ങളിൽ അത്രത്തോളം, ഭഗവത്ഗീതയൊക്കെ അദ്ദേഹത്തിന് ബൈഹാർട്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട ശ്ലോകങ്ങൾ എന്താണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പലപ്പോഴും പരീക്ഷകളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ സത്യമായ ജീവിതത്തിലെ ആ ചിന്തയുടെ ഔന്നിത്യം, ആ സത്യത്തിൽ കൂടി അദ്ദേഹം ജീവിക്കുമ്പോൾ പലപ്പോഴും പലരാലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. പല നല്ല മനുഷ്യരുടെയും സത്യജീവിതം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലാണ്, അല്ലെങ്കിൽ ഏതോ ഒരു മനുഷ്യൻ്റെ ഒരു മനസ്സിലേർപ്പെട്ട വിഷം കലർന്ന ചിന്ത കൊണ്ടായിരിക്കണം ആ മഹാത്മാവിനെ കൊലപാതകം ചെയ്തത്. ഇന്ന് നമുക്ക് അദ്ദേഹം ഒരു ഓർമ്മ ദിനമായി നമ്മൾ അദ്ദേഹത്തിൻ്റെ ആ ദുഃഖസംഭവത്തെ നമ്മൾ ഓർക്കുന്നത്. അദ്ദേഹം മരിക്കുന്ന ദിവസം കാലത്ത് ഒരു ബ്രിട്ടീഷ് പെൺകുട്ടി, ഒരു ജേർണലിസ്റ്റ് ചോദിച്ചു, പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് ദീർഘായുസ് വേണമെന്നൊക്കെ മഹാത്മാജി പറയുന്നുണ്ടല്ലോ, എന്താണ് ആ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തോ ലോകം വല്ലാതെ ഇരുട്ടാകുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ ഒരു ദീർഘായുസ് വേണം എന്നുള്ള ചിന്ത ഇല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. വായിക്കുമ്പോൾ വല്ലാതെ മനസ്സ് നമ്മളൊരു വേദനയിൽ കൊണ്ടുപോയി നിർത്തുന്നു. ഇന്ന് മഹാത്മാഗാന്ധിയെ പറ്റിയൊക്കെ നമ്മൾ എപ്പോഴാണ് ഓർക്കുന്നത്? അദ്ദേഹം മരിച്ച ദിവസത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം ജനിച്ച ഒക്ടോബർ 2-ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ ഈ 30-ാം തീയതി 12 മണിക്കോ 12:05 അദ്ദേഹം മരിച്ച സമയത്ത് ഞങ്ങളെയൊക്കെ മൗനത്തിൽ നിൽക്കാൻ പറയും. അന്നൊന്നും അത് തന്നെ ഒരു ധ്യാനമായിരുന്നു. ഞങ്ങൾക്ക് അറിയില്ല. അപ്പോഴാണ് ഞങ്ങൾ ആരാണ് ഗാന്ധി, എന്താണ് ഗാന്ധി എന്ന് ഞങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവർ ഇന്നത്തെ വിദ്യാലയങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇല്ല. ചെയ്യുന്നില്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഏതെങ്കിലുമൊക്കെ വിദ്യാലയത്തിൻ്റെ അധികാരം കയ്യിലിരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ട് നിങ്ങളത് ചെയ്യണം. ഇന്നത്തെ ജനതയ്ക്ക്, ഇന്ന് വളരുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഗാന്ധിജിയെ നമ്മൾ അറിയിക്കണം. വായിക്കാൻ തുടങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയുടെ പുസ്തകങ്ങൾ നമ്മൾ കൊടുക്കണം. അർദ്ധനഗ്നൻ എന്നൊക്കെ അദ്ദേഹത്തിനെ വിളിച്ചു. തമിഴ്നാട്ടിലെ മധുരയിൽ ഒരു വസ്ത്രം മാത്രമുള്ളൊരു സ്ത്രീയെ കണ്ട് ദുഃഖിച്ച്, ഇന്നു മുതൽ ഞാൻ വസ്ത്രം ആഡംബരമായി ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞ് മുട്ടിന് മേലെയും മാറിന് താഴെയുമായിട്ടുള്ള ഒരു അർദ്ധ നഗ്നനായിട്ട് അദ്ദേഹം ഒരു മുണ്ട് മാത്രം പുതച്ചിട്ടുണ്ട്. ഭയങ്കര മരം കോച്ചുന്ന തണുപ്പിൽ പോലും ലണ്ടനിലേക്ക് അദ്ദേഹം ഈ ഒരു അർദ്ധനഗ്നനായിട്ടാണ് പോയത്. എന്തൊരു കൺവിക്ഷനാണ്! അദ്ദേഹം ഭാരതത്തിലോ പഠിച്ച ആളാണ്. അദ്ദേഹത്തിന് സ്വാർത്ഥനാണെങ്കിൽ അവിടെ പോയി നല്ലപോലെ സമ്പാദിച്ചിരിക്കാമായിരുന്നു. സ്വാതന്ത്ര്യത്തിൻ്റെ സന്തോഷം തരാനായിട്ട് ഒരു ജനറേഷൻ, ഇന്ത്യ, ഭാരതം എന്ന മഹാരാജ്യത്തെ നമുക്ക് ഈ ഭൂമിയിൽ തരാൻ വേണ്ടി തന്നുപോയ ആ മഹാത്മാവിനെ നമുക്ക്